നമസ്കാരം. ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുടെ 14 ദിവസത്തെ കളക്ഷൻ ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ EMSൽ ബുക്ക് ചെയ്ത സിനിമകളുടെ ടിക്കറ്റ് ബുക്കിങ്ങുകളുടെ ഡീറ്റെയിൽസുമാണ്. ഏതായാലും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. മാന്യ സുഹൃത്തുക്കളെ, ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എല്ലാ മൂവി അപ്ഡേറ്റുകളും കഴിയുന്നത്ര വേഗത്തിൽ നിങ്ങളിലേക്ക് എത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലോക എന്ന ചിത്രം ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. റിലീസായി 14 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ തരംഗത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. വർക്കിംഗ് ഡേയ്സിൽ പോലും ഭീകരമായ തിരക്കാണ് തിയേറ്ററിൽ അനുഭവപ്പെടുന്നത്. എന്തായാലും ഇതിന്റെ 14 ദിവസ കളക്ഷൻ നമുക്കൊന്ന് നോക്കാം. ആദ്യ ദിവസം ലോക എന്ന ചിത്രം കേരള തിയേറ്ററിൽ നിന്ന് നേടിയത് 2,70,00,000 രൂപയാണ്. രണ്ടാം ദിവസം അത് വർദ്ധിച്ച് 3,35,00,000 രൂപയായി. മൂന്നാം ദിവസം 4,65,00,000 രൂപയായി വീണ്ടും ഉയരുകയുണ്ടായി. നാലാം ദിവസം 5,65,00,000 രൂപ എന്ന ലെവലിലേക്ക് വീണ്ടും കളക്ഷൻ ഉയരുകയുണ്ടായി. പോസിറ്റീവ് റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പിന്നീട് അങ്ങോട്ട് ഭയങ്കര ഉയർച്ചയായിരുന്നു ലോക എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അഞ്ചാം ദിവസം കളക്ഷനിൽ വളരെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായി. 5,25,00,000 രൂപ അഞ്ചാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലോക എന്ന ചിത്രം നേടിയത്. ആറാം ദിവസം കളക്ഷൻ അല്പം ഒന്ന് ഉയർന്ന് 5,40,00,000 രൂപയായി. ഏഴാം ദിവസം വീണ്ടും ചെറിയൊരു ഉയർച്ച ഉണ്ടായി, 5,46,00,000 രൂപ. എട്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം കളക്ട് ചെയ്തത് 6,18,00,000 രൂപയാണ്. 9-ാം ദിവസം 5,22,00,000 രൂപയായി ചെറിയൊരു കുറവ് അനുഭവപ്പെട്ടു. 10-ാം ദിവസമായിരുന്നു ഈ 14 ദിവസത്തിനിടയ്ക്ക് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും വലിയ തുക സ്വന്തമാക്കിയത് 7,30,00,000 രൂപ. ഓർക്കുക, ഇത് ആദ്യ ദിനമില്ല, 10-ാമത്തെ ദിവസമാണ് ഇത്രയും വലിയൊരു കളക്ഷൻ ഈ സിനിമ എടുത്തത് എന്നത് ഈ ചിത്രത്തിന്റെ പെർഫെക്ഷനെയാണ് എടുത്തു കാട്ടുന്നത്. 11-ാം ദിവസം അല്പം ചെറിയൊരു ഇടിവ് സംഭവിച്ചു, 7,14,00,000 രൂപ കളക്ഷൻ എടുത്തു. ഒന്നാം ദിവസം ചെറിയ തോതിൽ ഇടിഞ്ഞ് വീണ്ടും കളക്ഷൻ 5,14,00,000 രൂപയിലേക്ക് ചുരുങ്ങി. 13-ാം ദിവസം ചെറിയൊരു ഇടിവ് വീണ്ടും രേഖപ്പെടുത്തി ഏകദേശം 4,18,00,000 രൂപയിലെത്തി. ഈ കഴിഞ്ഞ ദിവസം, അതായത് 14-ാം ദിവസം ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് 3,80,00,000 രൂപയാണ്. അതായത് നിലവിൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള കളക്ഷൻ ഇടിവ് ഈ ചിത്രത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, 14-ാം ദിവസമാണ് 3,50,00,000 രൂപ ഈ ചിത്രം തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തത് എന്നത് ഒരു ചെറിയ കാര്യമേ അല്ല. സാധാരണഗതിയിൽ മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയാൽ ആ ചിത്രം ആഴ്ച കൊണ്ട് തന്നെ കളക്ഷന്റെ കാര്യത്തിലൊക്കെ ഏകദേശം 1 കോടി അല്ലെങ്കിൽ 1 കോടിന്റെ താഴെയൊക്കെ വരുന്നതാണ്. 2 ആഴ്ച പിന്നിട്ടിട്ട് 3 കോടി കളക്ഷൻ നിലനിർത്തുന്നത് എന്നത് ഒരു ചെറിയ കാര്യമേ അല്ല. എന്തായാലും ലോക കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ഈ 14 ദിവസങ്ങൾ കൊണ്ടായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ലോക എന്ന ചിത്രം നേടിയത് 71,80,00,000 രൂപയാണ്. അതായത് ഏകദേശം 72 കോടി രൂപയോളം. ഇനി നമുക്ക് BMSൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏതൊക്കെ സിനിമകൾ എത്ര ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെട്ടു എന്ന വിവരങ്ങൾ നമുക്ക് നോക്കാം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം 14-ാം ദിവസം ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്തത് 1,48,000 ടിക്കറ്റുകളാണ്. ഓർക്കുക, ഇതൊരു പുതിയ ചിത്രമല്ല, 14-ാം ദിവസമാണ് ഈ ചിത്രത്തിന് ഇത്ര വലിയൊരു ബുക്കിംഗ് വന്നിരിക്കുന്നത്. 6 ദിവസങ്ങൾ പിന്നിട്ട കഞ്ചൂറിംഗ് എന്ന ഹോളിവുഡ് ചിത്രം ബോക്സ് ഓഫീസിൽ ഇതുവരെ ബുക്ക് ചെയ്യപ്പെട്ട 60,000 ടിക്കറ്റുകളാണ്. 6 ദിവസങ്ങൾ തന്നെ പിന്നിട്ട ലിറ്റിൽ ഹാർട്സ് എന്ന ചിത്രം ഇതുവരെ BMSൽ ബുക്ക് ചെയ്യപ്പെട്ടത് 47,000 ടിക്കറ്റുകളാണ്. 6 ദിവസങ്ങൾ പൂർത്തിയാക്കിയ ബാഗി 4 എന്ന ചിത്രം ഇതുവരെ BMSൽ ബുക്ക് ചെയ്യപ്പെട്ടത് 32,000 ടിക്കറ്റുകളാണ്. 6 ദിവസങ്ങൾ തന്നെ പിന്നിട്ട മദ്രാസി എന്ന ശിവകാർത്തികേയന്റെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ചിത്രം ബോക്സ് ഓഫീസിൽ ഇതുവരെ ബുക്ക് ചെയ്യപ്പെട്ടത് 32,000 ടിക്കറ്റുകൾ മാത്രമാണ്. എന്നാൽ 14 ദിവസങ്ങൾ തന്നെ പൂർത്തിയാക്കിയ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രം ഇതുവരെ 22,000 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെട്ടു എന്നതും ലോകക്കൊപ്പം തന്നെ വെക്കാവുന്ന ഒരു കൗതുകമാണ്. ഓർക്കുക, 14-ാം ദിവസമാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് ഇത്ര വലിയൊരു ബുക്കിംഗ് ഉള്ളത് എന്നതും അത്ഭുതാവഹമാണ്. ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം തിയേറ്ററുകളിൽ കൃത്യമായി ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ട്. 72 കോടിയോളം കളക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു ചെറിയ കാര്യമേ അല്ല. വരും ആഴ്ചകളിൽ ലോക എന്ന ചിത്രത്തിന്റെ 3-ാം ആഴ്ചയിലും സ്റ്റഡി കളക്ഷൻ നിലനിർത്താൻ ലോകക്കായാൽ വലിയ ചരിത്രമായിരിക്കും കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ലോക എന്ന ചിത്രം സൃഷ്ടിക്കാൻ പോകുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല.
അതുകൊണ്ട് തന്നെ ഈ അപ്ഡേറ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ തിയേറ്ററുകളിൽ മലയാള സിനിമ ഇപ്പോഴും മാസീവ് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. ഏതായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് ദയവായി കമന്റ് ചെയ്യുക. ലോക എന്ന ചിത്രം കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കുമോ, ഇന്ത്യയിൽ ചരിത്രമാകുമോ? നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരെ, ദയവായി ചാനൽ സബ് ചെയ്ത് എന്നെപ്പോലെ ഒരു സാധാരണ യൂട്യൂബർക്ക് വളരാൻ അവസരം ഒരുക്കി തരിക എന്ന് വിനീതമായി നിങ്ങളോട് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.